ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഗൈസ്, ഉമ്മച്ചി ഞാൻ എവിടേക്കായി നടക്കണമെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവില്ലേ. നമ്മൾ ഉമ്മച്ചിനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയതായിരുന്നു. അപ്പോൾ തലേന്ന് നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുത്തതുകൊണ്ട് തന്നെ നമുക്ക് ടോക്കൺ കിട്ടിയത് 5 കേട്ടോ. നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 9 മണിയായപ്പോഴത്തേന് തന്നെ നമ്മുടെ കാണിക്കൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മരുന്നും കാര്യങ്ങളൊക്കെ കിട്ടി കഴിഞ്ഞപ്പോഴേക്കും സമയം ഒരു 10:45 11 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് ടൈം ബാലൻസ് ഉണ്ട്. അപ്പോൾ ഉമ്മച്ചി പറഞ്ഞു എന്നാൽ നമുക്ക് ബീച്ചൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാം. അങ്ങനെ ഉമ്മച്ചി ഞാനും ഡോക്ടറെ കാണിച്ചിടത്തുനിന്ന് ബസ് കയറിയിട്ട് നേരെ ബീച്ചിലേക്ക് പോയിട്ടോ. ബീച്ചിൻ്റെ അവിടെ അടുത്തിറങ്ങിയിട്ട് പിന്നെ നമ്മൾ കുറച്ച് നടന്നിട്ടാണ് പോയത്. അപ്പോൾ നടന്നിട്ടുള്ള കുറച്ച് വ്യൂസുകളൊക്കെ ഞാൻ ഇതിൽ പകർത്തിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അവിടെ കക്ക, എരുന്ത് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അതൊക്കെ വിൽക്കുന്നവരും അതുപോലെ കുറേ ബീച്ചിൻ്റെ സൈഡിലൊക്കെ ഓരോ പണികൾ നടക്കുന്നതും മീൻ വല നന്നാക്കുന്നതും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞു കേട്ടോ. കക്ക എന്ന് പറഞ്ഞ സംഭവം വാങ്ങാനും വെച്ചിട്ട് നല്ല താല്പര്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് വാങ്ങണ്ടെന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കുക ചെയ്തത്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ വീട്ടിലേക്ക് കുറേ ദൂരമുണ്ട്. പിന്നെ നമ്മൾ ബസ്സിലല്ലേ പോകുന്നതും. അപ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിച്ചിട്ട് ഞാനത് വാങ്ങാൻ അയച്ചില്ല. പിന്നെ ആ സംഭവം പിടിച്ചു കൊടുത്തിട്ട് കുറേ ടൈമായിരുന്നു. ഏകദേശം ഒരു 11 11:30 ഇപ്പം തന്നെ ആയിട്ടുണ്ട്. പിന്നെ നമ്മളത് വാങ്ങി വീട്ടിലെത്തുന്ന സമയം മീൻസ് ഒരു 4 4:30 ആകുമ്പോഴായിരിക്കും വീട്ടിലെത്തുക. അപ്പോഴേക്കും അതാകെ കേടാവുമെന്ന് വിചാരിച്ചിട്ടുണ്ടോ വാങ്ങണ്ടെന്ന് പറഞ്ഞത്. അങ്ങനെ നമ്മൾ കുറേ സമയം ബീച്ചൊക്കെ കണ്ട് ഇങ്ങനെ അവിടെ ഒരു മരത്തിൻ്റെ ചോട്ടിലിരുന്നു കേട്ടോ. നല്ല വെയിലിൻ്റെ ടൈമായിരുന്നു. മീൻസ് ഒരു 11:45 12 മണിയൊക്കെ ആയി തുടങ്ങുന്ന ആ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ വെയിലിന് നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ കുറേ സമയം നമ്മളവിടെ ഇരുന്ന് ഇങ്ങനെ നോക്കിയിരിക്കുക ചെയ്തത്. അല്ലാതെ നടന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഈ ഒരു ഡോക്ടറെ കാണിക്കാൻ പോണതിൻ്റെ ഒരാഴ്ച മുന്നേ നമ്മൾ മഞ്ചേരി മലബാർ ഹോസ്പിറ്റലിൽ ഉമ്മച്ചിനെ കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ സ്കിന്നിൻ്റെ പ്രശ്നമാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോക്ടർ പുറത്തുനിന്നുള്ള ഫുഡ് കാര്യങ്ങളൊന്നും കഴിക്കരുത് എന്ന് ഉമ്മച്ചിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുറത്തുനിന്ന് വാങ്ങിയതിൽ ഒരുപാട് കെമിക്കൽസും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ സ്കിന്നിൻ്റെ പ്രോബ്ലം കൂടുതലായിട്ട് വരുമെന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുറത്തുനിന്നുള്ള ഫുഡ് വേണ്ടെന്ന് വെച്ചിട്ട് ഫുഡ് കയ്യിൽ പിടിച്ചിട്ടാണ് പോയിരുന്നത്. അങ്ങനെ നമ്മൾ ബീച്ചിൻ്റെ അടുത്തുള്ളൊരു വീട്ടിൽ നിന്ന് ഈ കാണുന്ന ഈ വീട്ടിൽ നിന്ന് കേട്ടോ ഫുഡ് കഴിച്ച് കാക്കാനോട് പെർമിഷൻ ചോദിച്ചിട്ട് അവിടെ ഓല സിറ്റൗട്ടിൽ ഇരുന്നിട്ടാണ് ഫുഡ് കഴിച്ചത്. പിന്നെ ആ വീട്ടിലെ കാക്കയായാലും താത്തയായാലും ഒക്കെ നല്ല സ്വഭാവമായിരുന്നു കേട്ടോ. നമ്മൾ ഒരിക്കൽ പോലും കാണാത്ത ആളുകളാണ്. എന്നിട്ട് നമ്മൾ പെർമിഷൻ ചോദിച്ചപ്പോൾ നമുക്ക് അതിനൊക്കെ സമ്മതിച്ച് പിന്നെ നമ്മൾ പോരുന്നത് വരെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. നല്ല സ്വഭാവമുള്ള ആളുകളായിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് വേഗം ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി. കാരണം നട്ടുച്ച ആയിക്കൊണ്ടിരിക്കല്ലേ. അപ്പോഴേക്കും പിന്നെ നമുക്ക് വീട്ടിൽ പോകേണ്ട ഒരു സ്കൂൾ വിടുമ്പോഴേക്കും വീട്ടിലെത്തും വേണം. അപ്പോൾ അതിനുള്ള ഓരോരോ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഇറങ്ങിയിട്ട് ഓട്ടോയിൽ കയറിയിട്ട് നേരെ മിഠായി തെരുവ് കാണാൻ പോകാമെന്ന് പറഞ്ഞു ഉമ്മച്ചി. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് പറഞ്ഞിട്ട് അങ്ങനെ മിഠായി തെരുവ് കണ്ടിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കണം. അങ്ങനെ നമ്മൾ മിഠായി തെരുവിൽ എത്തിയിട്ടു. അപ്പോൾ അവിടെ ട്രെയിൻ വരുന്നതുകൊണ്ട് തന്നെ ഗേറ്റ് ക്ലോസ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വണ്ടി അവിടെ നിർത്തി പിന്നെ നമ്മൾ നടക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോഴേക്കും ട്രെയിൻ വന്നു. പിന്നെ ട്രെയിനൊക്കെ പോയ ശേഷമാണ് നമ്മൾ അപ്പുറത്തേക്ക് ക്രോസ് ചെയ്തത്.